ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇറങ്ങുന്ന സമയം 12:31 ആയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ 12 മണിക്കാണ് വന്നത്. അപ്പോൾ ലേറ്റ് ആയിട്ടുണ്ട് എണീറ്റ്. ഒരു 11-11:30 ആയിട്ടുണ്ടാവും എണീറ്റപ്പോൾ. പിന്നെ വണ്ടി ഒന്ന് കഴുകി. വണ്ടി നമ്മൾ ഇന്നലെ ആ ചേർത്തല നിന്നുള്ള പിക്കപ്പിൽ ബീച്ചിൽ നിന്നായതുകൊണ്ട് കുറേ മണലും ചളിയൊക്കെ ആയിട്ട് പിന്നെ അവർ കയറിയപ്പോൾ തന്നെ കപ്പലടി തിന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ തോലുകളൊക്കെ ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇന്നലത്തെ പോലെ വല്ല ലിമർഡേനിക്കും ക്രൗൺ പ്ലാസക്കൊക്കെ വല്ല പ്രീമിയം കസ്റ്റമർ അടിച്ചാൽ റിപ്പോർട്ട് ചാടി വരും. അപ്പോൾ അതുകൊണ്ട് ക്ലീൻ ആക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഇനി നാട്ടിൽ നിന്ന് ഒരാൾ ഊബർ ഓടാൻ വന്നിട്ടുണ്ട്. ആളിവിടെ ഇന്ന് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആളടുത്തൊന്ന് പോയിട്ട് നമ്മൾ ഊബർ ഓണാക്കുന്നുള്ളൂ. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏതായാലും ഊബർ ഓണാക്കുമ്പോൾ കാണാം. വണ്ടി നമ്മൾ നല്ലോണം കഴുകി കുട്ടപ്പനാക്കിയതാണ്. നമ്മൾ കയറുന്ന അവിടെ കണ്ടോ, ആകെ ചളിയായിട്ട് കറങ്ങി ടയർ തെറിച്ചുകൊണ്ടെന്ന് അറിയില്ല. ഇവിടെ ആകെ ചളിയായി. വെറുതെ ബോഡി മുഖമൊന്നും ആയിട്ടില്ല. ഈ ഭാഗത്ത് വല്ലാണ്ടില്ല. നമ്മളാ കയറുന്ന അവിടെ നല്ല ചളിയാണ്. കണ്ടോ, അത് നമ്മൾ പോകുന്ന വഴി ഇങ്ങനെ കാണും. അവിടെ കുറച്ച് ചളിയുണ്ട്. അപ്പോൾ ഇനി രാത്രി വണ്ടി ഇവിടെ ഇടണം. ഏതായാലും വണ്ടി കഴിക്കാമല്ലോ. അപ്പോൾ ഇനി 2 ദിവസത്തിന് കഴിക്കണ്ട. അപ്പോൾ നമ്മൾ ഊബർ ഓണാക്കാണ്. 2:58 ആയിട്ട് സമയം. നമ്മളെ ഫ്രണ്ടൊക്കെ പോയി. ഇപ്പോൾ നിഹാൽ ഫ്രണ്ട് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇന്ന് ATM എന്നാണ് ഊബർ ഓണാക്കുന്നത്. നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഊബർ ഓണാക്കിയിട്ടുണ്ട്. പിന്നെ റാപ്പിഡോ കൂടി ഓണാക്കാം. റാപ്പിഡോ ഓൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എക്കോ അടിക്കണ്ടോന്ന് അറിയില്ല. അപ്പോൾ ഏതായാലും ഓണാക്കിയിട്ടുണ്ട്. നിഹാൽ ഹായ് പറയൂ. ഹായ് പറയൂ. ഓക്കെ. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. സമയം 3:30 ആയിട്ടുണ്ട്. 3:29. ഒരു ശങ്കറാണ്. ചെറിയ ട്രിപ്പാണ്. 113 രൂപയുടെ ട്രിപ്പ് അടിച്ചിട്ടുള്ളത്. 3 കിലോമീറ്റർ. അപ്പോൾ പോയിട്ട് ആളെപ്പിക്കട്ടെ. നമ്മളെ കസ്റ്റമർ ആട്ടോ പോകുന്ന റെഡ്. അപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഞാൻ അവിടെ പിക്കപ്പിൽ പോയിട്ട് ആളെ കാണാനില്ല. പിന്നെ പെട്ടെന്നുണ്ട് ഈ പെണ്ണ് വന്ന് കയറി. അപ്പോൾ കയറിയിട്ട് പിൻ നമ്പറൊക്കെ അടിച്ചതിന് ശേഷം ഞാൻ ചോദിച്ചു, നിങ്ങൾ തന്നെയാണോ ഊബർ ബുക്ക് ചെയ്തത് അത് വേറെ ആരെങ്കിലും ബുക്ക് ചെയ്തെന്നാണോ ചോദിച്ചു. അപ്പോൾ ആള് പറഞ്ഞു, അല്ല ഞാൻ തന്നെ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ആരാണ് ഈ ശങ്കർ ആരോ ചോദിച്ചു. അത് ഞാനൊരു സേഫ്റ്റിക്ക് ഇട്ടതാണ്, ഒരു ഫണ്ണായിട്ട് ഇട്ടതാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് സേഫ്റ്റി ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്തോ പെണ്ണുങ്ങളെ പേര് കാണുമ്പോൾ ഡ്രൈവർമാർ എന്തോ റിവ്യൂ ഒന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. അതിലെന്താ സേഫ്റ്റി എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ കയറുന്ന ആളപ്പോൾ പെണ്ണായിരിക്കും പറഞ്ഞു. കയറുന്ന ആൾ പെണ്ണാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതിലെന്താ സേഫ്റ്റി ചോദിച്ചു. അപ്പോൾ ആൾക്ക് കറക്റ്റ് ഒരു ആൻസർ ഇല്ല. എന്താ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ പിക്കപ്പ് പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ശങ്കറിനെ തെരഞ്ഞുകൊണ്ട് വെക്കും. നമുക്കറിയാലോ ഒരാണാണെന്ന്, കസ്റ്റമർ ആണാണെന്ന് ശരിക്കും അറിയാം. അപ്പൊ നമ്മൾ പെണ്ണുങ്ങളെ നോക്കുമ്പോൾ മുഖത്തേക്ക് നോക്കൂല. അത് കുറച്ച് ബാക്കിലായിരുന്നു. ഓൾ ഇങ്ങനെ കൈകൊണ്ടൊക്കെ ആക്ഷൻ കാണിക്കണ്ടായിരുന്നു. നമുക്കറിയില്ലല്ലോ, ശങ്കറിനല്ലേ നമ്മൾ നോക്കുള്ളൂ. അപ്പൊ ഞാനതങ്ങനെ പറഞ്ഞു, അങ്ങനെ ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഏതായാലും ഇപ്പൊ ഇവിടെ ഇറങ്ങി പോയിട്ടുണ്ട്. ഒരു ജ്വല്ലറിക്കാണ് പോയിട്ടുള്ളത്. എന്താണ് സേഫ്റ്റി എന്നാവോ എനിക്ക് മനസ്സിലായില്ല അത്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഉള്ളത് പത്തടിപ്പാലം മെട്രോ സ്റ്റേഷന്റെ താഴെയാണ്. നമ്മളെ CNG ഒക്കെ ഫുൾ ടാങ്ക് ആണ്. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ പോയി CNG എടുക്കായിരുന്നു. വേറെ പണിയൊന്നുമില്ല. അപ്പൊ ഇനി ഏതായാലും നമുക്ക് കുറച്ച് മുമ്പോട്ട് പോയിട്ട് അവിടെ ഒരു ഗ്യാപ്പ്, അവിടെ ഒരു ബാറിന്റെ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ പോയിട്ട് പാർക്ക് ചെയ്തിടാം. നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. സമയം 7:43 ആയിട്ടുണ്ട് സമയം. ഞാൻ ഊബർ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒരാളെ കാണാണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഇപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. സരിത എന്നാണ് പേര്. പച്ചാളത്തേക്കാണ്. 13 കിലോമീറ്റർ 43 മിനിറ്റാണ് കണ്ടത്. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട് തോന്നുന്നു. 13 കിലോമീറ്റർ ഒക്കെ പോകാൻ ശരിക്കും ഒരു 26 അരമണിക്കൂർ മതി. ഇത് 45 മിനിറ്റോളം കാണിച്ചിട്ടുണ്ട്. എന്തായാലും നോക്കി നോക്കാം. നമുക്ക് റാപ്പിഡോ ഓൺ ആക്കിയിട്ടുണ്ട്. നേരത്തെ നമുക്ക് 2 മാച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തില്ല. നല്ല സമയം, ദൂര സമയം കണ്ടപ്പോൾ. അപ്പോൾ ഏതായാലും ഈ ട്രിപ്പ് എടുത്തു. അപ്പോൾ ഇനി അവരെ ഡ്രോപ്പ് ചെയ്യട്ടെ. നമ്മളെ ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ. നമ്മളെ ടോട്ടല് 329 രൂപക്കാണ് ഇന്ന് ഓടിയത് 2 ട്രിപ്പ്. ഈ ട്രിപ്പിന് നമുക്ക് 271 രൂപ കിട്ടി. നമ്മൾ 12 കിലോമീറ്റർ ആണ് പോകുന്നത്. ഈ ട്രിപ്പിന് 28 മിനിറ്റ് എടുത്ത്. വല്ലാണ്ട് ബ്ലോക്ക് കിട്ടിയില്ല. നമ്മൾ ആ പൂക്കട്ടോടിക്ക് കയറുന്ന BTS റോഡ് വഴിയാണ് കയറി പോന്നു. 309.91. ചിലവർ 309 ഇടും, ചിലവർ 310 കറക്റ്റ് കൂട്ടി തരും. ഒരു 9 പൈസയുടെ കുറവുള്ളൂ ഉറുപ്പ്യക്ക്. അപ്പോൾ ചിലവരത് കണ്ടുവരാണ്ട് 310 ഇടും. ചിലർ 309 അല്ലേ 308 അല്ലേ ചോദിക്കും. അപ്പോൾ നമ്മൾ ആന്ന് പറയും. അപ്പോൾ ഏതായാലും ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. റാപ്പിഡോ അങ്ങോട്ട് പോകുന്ന വഴിക്ക് റാപ്പിഡോ അടിച്ചു 200 രൂപയുടെ. നമ്മൾ ആ തുടക്കത്തിൽ തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു ഈ ട്രിപ്പ് പോരുന്ന സമയത്ത് തന്നെ. അപ്പോൾ ഇനി ഏതായാലും ട്രിപ്പ് അടിക്കട്ടെ. ഇത് കറക്റ്റ് പച്ചാളം എത്തിയിട്ടില്ല. അവരിട്ട ലൊക്കേഷനിക്ക് ഇനിയും ഉണ്ടായിരുന്നു 1 കിലോമീറ്ററും കൂടി. നമ്മൾ വണ്ടി കറക്റ്റ് അവിടെ പൊറ്റക്കുഴിയിൽ പാർക്ക് ചെയ്ത ഉടനെ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചു ജെറിൻ ജോർജ് ആണ്. വൈറ്റില ഹബിലേക്കാട്ടോ. തണിക്കൽ ജംഗ്ഷനാണ്. അപ്പോൾ ഇവിടുന്ന് പോയിട്ട് ലെഫ്റ്റ്, പൊറ്റക്കുഴിയിൽ നിന്ന് ലെഫ്റ്റ്. കറക്റ്റ് ജംഗ്ഷൻ എന്നാണ്, അകത്ത് ജംഗ്ഷനിലാണ് നിൽക്കുന്ന ആള്. അപ്പോൾ ഏതായാലും പോയി ആളെ പിക്കട്ടെ. ഒരു 1.3 കിലോമീറ്റർ.
അങ്ങനെ ഹബ്ബിലേക്കുള്ള ട്രിപ്പ് കഴിഞ്ഞിട്ടോ. ഇതാണ് നമ്മളെ കസ്റ്റമർ. അവന് നാട്ടിലേക്ക് പോവാണ്. ഇടുക്കിയിലാണ് സ്ഥലം പറഞ്ഞത്. നാളെ മറ്റന്നാളിൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞത്. അപ്പോൾ അർജൻറ്റായിട്ട് നല്ല ഹാപ്പിയിൽ ചാടിക്കളിച്ച് പോവാണ് ബസ്സിന്. അപ്പോൾ ഏതായാലും കല്യാണമൊക്കെ കഴിഞ്ഞ് വരട്ടെ. നമ്മളെ ടോട്ടൽ ഏണിങ്സ് 518 ഈ ട്രിപ്പിന് നമുക്ക് 189 രൂപ കിട്ടിയത്. ഇത് നമ്മൾ ഓടിയത് 7.94 കിലോമീറ്റർ, 22 മിനിറ്റ്. അല്ലാണ്ട് ബ്ലോക്ക് കിട്ടിയില്ല. പിന്നെ നമുക്ക് ഇവിടെ എത്തുന്ന അടുത്ത് റാപ്പിഡോ ഒരു ട്രിപ്പ് അടിച്ച് 288 രൂപയുടെ ട്രിപ്പ്. അത് ഞാൻ അങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ വൈറ്റിലാന്ന് കണ്ട 500 മീറ്റർ പിക്കപ്പ്. ഞാൻ നെക്കിയപ്പോൾ അതിന് പോയി. ഞാൻ വായിച്ചെടുത്തപ്പോൾ ഇതിന് സാധനം പോയി. അതെന്താന്നോ, ഒരു 500 മീറ്ററും കൂടി ഉണ്ടായിരുന്നു ഡ്രോപ്പ്. അത് ഹബ്ബിൽ നിന്നാണോ പിക്കപ്പ് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റ് എടുത്തപ്പോൾ അത് പോയി. 288 ഉണ്ടായിരുന്നു. ഡ്രോപ്പ് എത്ര കിലോമീറ്റർ ഉണ്ട് ഞാൻ നോക്കിയില്ല. അപ്പോൾ ഏതായാലും ഇനി അടുത്ത ട്രിപ്പ് എടുക്കട്ടെ. നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം. നമ്മളെ ഫോണ് സ്വിച്ച് ഓഫ് ആയി ഗൈസ്. ഊബർ ഓടുന്ന ഇടയിൽ നമ്മളെ അജ്മൽ ഭായി ഉണ്ട് ഇവിടെ. അജ്മൽ ട്രിപ്പ് ഇല്ലാത്തതുകൊണ്ട് ചൂടാവുണ്ട്. ഊബറിനെ വിളിച്ച് കച്ചറാക്കുന്നുണ്ട്. 0% പെട്ടെന്നാണ് സ്വിച്ച് ഓഫ് ആയി. അപ്പോഴാണ് ഞാൻ ചാർജ് ഇല്ലാത്ത കാര്യം. നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറോളം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വൈറ്റിലിന്റെ ഇവിടെ തന്നെ ഒരു 1 കിലോമീറ്ററും 200 മീറ്ററും ഉണ്ടായിരുന്നു പിക്കപ്പ്. ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് പള്ളിമുക്കൊക്കെ, സൗത്ത് റെയിൽവേ സ്റ്റേഷനൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ അവന് അജ്മലിന് ട്രിപ്പ് അടിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ ആളെ പിക്ക് ചെയ്യട്ടെ. അനീസ് എന്നാണ് പേര്. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോൾ കാക്കനാട്ടൊക്കെ ട്രിപ്പ് അടിക്കും ചിലപ്പോൾ. സൗത്ത് റെയിൽവേ സ്റ്റേഷനൊക്കെ കാക്കനാടാണ് കൂടുതൽ ട്രിപ്പ് അടിയാറ്. നോക്കി നോക്കാം നമുക്ക്. കാക്കനാട് കിട്ടിയാൽ ചിലപ്പോൾ റൂമിക്ക് കയറും. അങ്ങനെ നമ്മൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി. പെട്ടെന്ന് എത്തിയിട്ടോ, ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല. 150 രൂപയാണ് നമുക്ക് കിട്ടിയത്. 12 മിനിറ്റ് കൊണ്ട് എത്തിയിട്ടുണ്ട്. വൈറ്റില ഹബിന്റെ തൊട്ടപ്പുറത്തായിരുന്നു, പാലത്തിന്റെ അപ്പുറത്ത്. 5.6 ട്രിപ്പ് അടിച്ച് കിട്ടുമോന്ന് അറിയില്ല. കുറച്ച് ലേറ്റായി. കിട്ടി എടപ്പള്ളിക്ക്. പ്ലാറ്റ്ഫോം 1 എക്സിറ്റ്. 250 രൂപ, 13 കിലോമീറ്റർ. 5 എടുക്കട്ടെ കേട്ടോ. നമ്മളെ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മളെ കസ്റ്റമറാണ് പോകുന്നത്. ഇത് പത്തടിപ്പാലം അല്ല, കളമശ്ശേരി ആ ഭാഗത്തോട്ട് പോന്നിട്ട് അത് വട്ടയക്കുന്ന് മുട്ടാറാം എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കായിരുന്നു. കളമശ്ശേരി ആ ഭാഗത്താണ്. നമ്മൾ 237 രൂപ നമുക്ക് കിട്ടി. 13 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം 10:57, 11 മണിയുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ട്രിപ്പ് അടിക്കുമെന്ന് അറിയില്ല. നമുക്ക് കുറച്ചപ്പുറം മെയിൻ റോഡിൻ്റെ ആ ഒരു ഏകദേശം ആ ഒരു സൈഡിലേക്ക് പോയിട്ട് കുറച്ചിനും കൂടി നിൽക്കാം. ഒരു 12 മണി വരെയൊക്കെ ഓടാൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോവാം. അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ബാക്കിൽ നിന്നാണ്. അപ്പോൾ രാജഗിരി വില്ല എന്ന് കണ്ടു. എനിക്ക് തോന്നുന്നത് എക്സ്പ്രസ് വേൻ്റെ അവിടെ ആയിരിക്കും, ഇൻഫോ പാർക്കിൻ്റെ അവിടെ. മാച്ച് ട്രിപ്പാണ് വന്നത്. അപ്പോൾ 600 മീറ്റർ ഉള്ളൂ പിക്ക് ചെയ്യാനായിട്ട്. അല്ല, 350 ഉള്ളൂ. അപ്പോൾ മാച്ച് ട്രിപ്പാണ് വന്നത്. ഇപ്പോഴൊക്കെ മാച്ച് കുറേ വായിച്ചു നോക്കി ആലോചിച്ചിട്ടൊക്കെ മാച്ച് എടുത്തു. എന്നിട്ടും അക്സെപ്റ്റായി. രാവിലെ സമയങ്ങളിലൊന്നും ഇങ്ങനെ കിട്ടാറില്ല. അപ്പോൾ എന്താന്നോ, ഇപ്പോൾ വണ്ടികൾ ഒന്നാമത് രാത്രി കുറവാണ്. പിന്നെ ഉള്ള വണ്ടികളൊക്കെ ചിലവർ ഉറക്കമായിരിക്കും. അപ്പോൾ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് എടുക്കുമ്പോഴത്തേന് സമയമാവും. അതുകൊണ്ടൊക്കെ ആയിരിക്കും. ഏതായാലും നമുക്ക് ആ ട്രിപ്പ് അക്സെപ്റ്റ് ആയിട്ടുണ്ട്. ഈ പാലം കഴിഞ്ഞ ഉടനെ തന്നെ ആള് നിൽക്കുന്നുണ്ട് തോന്നുന്നു. ഗേയ്സ്, അത് ലൊക്കേഷൻ എത്തി. അപ്പം എന്താന്നോ, പാലത്തിൻ്റെ അടിയിലാണ് ആള്. പാലത്തിൻ്റെ അടിയിലാണ്. അതുകൊണ്ടാണ് പാലത്തിൻ്റെ കറക്റ്റ് സെൻറ്ററാണ് ഇപ്പോൾ. അപ്പോൾ ഇവിടുന്ന് ലൊക്കേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ കൂടി പാലത്തിൻ്റെ അടിയിലേക്ക് പോകാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് യൂട്ടേൺ അടിച്ചിട്ട് വീണ്ടും പോകേണ്ടി വരും. ഹലോ, പാലത്തിന്റെ അടിയിലാണോ? ഓക്കെ. അപ്പൊ ഒരു പാലത്തിന്റെ അടിയിലാണ്. നമ്മൾ വീണ്ടും പാലം കയറുന്നു. പാലത്തിന്റെ അടിയിൽ കൂടി പോയാലേ അവിടേക്ക് എത്തൂല. അത് വേറെ റോഡാണ്. അപ്പൊ നമുക്ക് പാലം കഴിഞ്ഞിട്ട് ഇനി റൗണ്ട് അബൌട്ടിൽ യൂട്ടേൺ അടിക്കാം. എന്നിട്ട് പാലത്തിന്റെ അടിയിൽ പോവാം. അങ്ങനെ നമ്മളെ ആ ട്രിപ്പും കഴിഞ്ഞു. ഇതാണ് നമ്മളെ കസ്റ്റമർ. നമുക്ക് അതിന് കിട്ടിയത് 199 രൂപ. അത് ഓടിയത് 9.69 കിലോമീറ്റർ, 17 മിനിറ്റ്. വളരെ കുറവ്. ബ്ലോക്ക് ഇല്ലാണ്ട് ഉഷാറായിട്ട് പോകുന്നു. 250 ക്യാഷ് കളക്ട് ചെയ്തു. 200 രൂപ നമുക്ക് കിട്ടി. ടോട്ടല് 1100 രൂപ ആയിട്ടുള്ളൂ. നമ്മൾ ഉച്ചക്ക് കുറെ ഓഫ് ചെയ്തു. 6, 7, 8 മണിക്കായിട്ടാണ് നമുക്ക് പിന്നീട് ട്രിപ്പ് അടിക്കണേ. 10, 22, 10, 2, 8, 24, 7:45. 3:30 ഒരു ട്രിപ്പ് എടുത്തു നമ്മൾ 100 രൂപയുടെ. അതിന് ശേഷം നമ്മൾ 7:45 നമുക്ക് ട്രിപ്പ് അടിക്കണം. പിന്നീട് അങ്ങോട്ട് ഇങ്ങനെ 8, 10, 2, 10, 22, 11, 28. അങ്ങനെ ഇപ്പോൾ 6 ട്രിപ്പ്
കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം നമ്മൾ എക്സ്പ്രസ് വേൻ്റെ അവിടെയാണ്. എക്സ്പ്രസ് വേൻ്റെ അവിടെ ഒരു ആക്സിസ് ബാങ്ക് ഉണ്ട്, അല്ല സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ആള് തൃശ്ശൂർ അവിടെ പോയിട്ടുള്ളതാണ്. അപ്പോൾ വണ്ടി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വന്നതാണ്. ആള് വൈക്കത്തേക്ക് പോകാത്രേ. 27 കിലോമീറ്ററിൻ്റെ വൈക്കത്തേക്ക് ഡെയിലി കാറിൽ പോയി പോരാത്രേ. നല്ല സാലറി ഉണ്ടാവും. ഏതായാലും ഇപ്പം ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. ചിലപ്പോൾ ഊബർ ഓഫ് ചെയ്യും. എന്നിട്ട് നാളെ രാവിലെ ഇറങ്ങാനുള്ള പരിപാടിയിൽ. ഇനിയിപ്പോൾ 11:52 12 മണിയായിട്ടുണ്ട് സമയം. ഇനിയിപ്പോൾ വലിയ ട്രിപ്പ് അടിക്കാൻ ചാൻസ് കുറവാണ്. ഒരു അതുല്യ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നമ്മൾ ചിറ്റേത്ത് റോഡ്. കുറച്ച് ഫ്രണ്ടിൽ നിന്നാണ് അതുല്യ കളമശ്ശേരിയിലേക്കാണ്. അങ്ങനെ ആ ട്രിപ്പും കഴിഞ്ഞു. ഇത് നമ്മളെ പൈപ്പ് ലൈൻ റോഡാണ്. കുസാറ്റിൻ്റെ അകത്തു കൂടിയാണ് നമ്മൾ പോകുന്നത്. 155 രൂപയാണ് നമുക്ക് ഈ ട്രിപ്പിന് കിട്ടിയത്. 7 കിലോമീറ്റർ ഉണ്ടായിരുന്നു. പിന്നെ 160 ടോട്ടൽ ക്യാഷ് കളക്ട് ചെയ്തു. ഇവരെന്തോ ഫുട്ബോളോ എന്തൊക്കെ കളി കഴിഞ്ഞിട്ട് വരികയാണ് സംഭവം. ഇവര് 8 പേര് 9 പേരുണ്ടായിരുന്നു കേട്ടോ. അതുല്യ അത് 2 പെണ്ണുങ്ങളോ 3 പെണ്ണുങ്ങളായിട്ടുണ്ട്. ബാക്കിയൊക്കെ ചെക്കന്മാരാ. ഞാനവിടെ വണ്ടി സൈഡാക്കിയപ്പോൾ എല്ലാവരും പാടെ ഉണ്ട് കൂട്ടത്തോടെ അങ്ങോട്ട് വണ്ടീൻ്റെ അടുക്ക് വരുന്നേ. അപ്പോൾ എന്നോട് ചോദിച്ചു എല്ലാവരും പോവാ ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു നിങ്ങൾ എത്ര പേര് ചോദിച്ചു. 9 പേരാണ്. എന്ത് കണ്ടിട്ടാണ് ഇത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു 9 പേരൊന്നും പോകില്ല മറ്റേ. അപ്പം ഞാൻ എന്താട്ടി ചിലരൊക്കെ വണ്ടി കയറാൻ തുടങ്ങി. ഞാൻ വേറെ ഡോറ് ലോക്ക് ചെയ്തു. എന്നിട്ട് ഗ്ലാസ് കത്തിയിട്ട് പറഞ്ഞു 9 പേര് കയറൂല, അത് ക്യാൻസൽ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു കുറച്ച് പേര് പോകില്ല ചോദിച്ചു. ആ കുറച്ച് പേര് പോവും, ഇത് ഫുള്ളായിട്ട് കയറൂലാണ്. അപ്പം ഞാൻ കയറിയിട്ട് പറഞ്ഞു. എന്നിട്ട് ഇവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു എർട്ടിക ഇന്നോവ എന്തെങ്കിലും ബുക്ക് ചെയ്ത് വിടാനോ, ഇതേ പൈസ തന്നെ അല്ല ആവുക, 2 ഊബറിൻ്റെ ക്യാഷ് എല്ലാം ആവുള്ളൂ. അങ്ങനെ തന്നെ ബുക്ക് ചെയ്തു. പക്ഷേങ്കിൽ ഈ വണ്ടിയാണ് വന്നതാണ്. അത് ചിലപ്പോൾ ആരെ ട്രിപ്പ് അടിച്ചാൽ അതുമില്ലേ ഓൾക്ക് ചിലപ്പോൾ ബുക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ടായിരിക്കും. ഊബർ ഗോയിൽ ബുക്ക് ചെയ്തിട്ട് ഇന്നോവ എന്ന് പറയുമ്പോൾ എന്ത് സംഭവം എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ വന്നതാണ്. ഞാൻ പറഞ്ഞു എന്നാലും നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യായിരുന്നു. ഒരു 20 രൂപ 10 രൂപയ്ക്കേ പോവുള്ളൂ. കാരണം ഞാനൊരു 200 മീറ്റർ പോയിട്ടുള്ളൂ പിക്കപ്പിന്. അത്രേ പോവുള്ളായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ ബുക്ക് ചെയ്താൽ മതിയായിരുന്നു. പിന്നെ ഏതായാലും ബുക്ക് ചെയ്തല്ലേ വെച്ചിട്ട് അങ്ങനെ കയറിയതാണ് പറഞ്ഞു. പിന്നെ കുഴപ്പമൊന്നുമില്ല. 2 വണ്ടിയാണെങ്കിലും ഏകദേശം ഈ റേറ്റൊക്കെ തന്നെ ആവുള്ളൂ. ഇനിയിപ്പോൾ മറ്റേ വണ്ടിയിൽ 5 ആൾ കയറിയിട്ടുണ്ടാവും. ഇതിൽ കറക്റ്റ് 4 ആൾക്കാർ കയറിയത്. ബാക്കിൽ 3 ചെക്കന്മാരും ഫ്രണ്ടിൽ ഒരാളും. അതിൽ ഇനിയിപ്പോൾ 4 പേര് കയറും. അതിപ്പോൾ ഏതാ വണ്ടി എന്നാവും വരുമ്പോൾ കാണാം. ഞാൻ തൊട്ട് ഒരു 50 മീറ്റർ ബാക്കിലാണ് അവരെ ഡ്രോപ്പ് ചെയ്തത്. ചിലപ്പോൾ അവരിങ്ങോട്ട് തന്നെ ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ 2 ലേഡീസ് ഉണ്ട്. ഇനി വേറെ ഡ്രോപ്പ് ആണോ എന്നറിയില്ല, വേറെ സ്ഥലത്തേക്കാണോന്ന് അറിയില്ല. ഏതായാലും ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ കാണാം. ഏതാ വണ്ടി നോക്കട്ടെ. വാഗനർ ആണെങ്കിൽ അത്യാവശ്യം സ്പേസ് ഉണ്ടാവും 4 ആൾക്ക് പോകാനുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ അൾട്ടോ ഒക്കെ വെക്കാനും ചിലപ്പോൾ. ആരാണ് ആ ഭാഗ്യവാൻ നോക്കട്ടെ. 4 ആളെ കൊണ്ടുവരുന്ന ഭാഗ്യവാൻ. 6 വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അതും ഒരു വാഗനറാണ്. അതിലായിരിക്കും അപ്പോൾ ഒരു 5 പേര് വന്നിട്ടുണ്ടാവുക. വാഗനർ വണ്ടിയാണ്. അവർ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അപ്പം തന്നെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 ആൾക്കാരായിരുന്നു അവരെ പിക്ക് ചെയ്ത്. തൊട്ട മുമ്പിൽ ഒരു 200 മീറ്ററിലായിരുന്നു അവരുടെ ഫ്ലാറ്റ്. 121 രൂപയുടെ ട്രിപ്പായിരുന്നു. അപ്പോൾ ഇന്ന് ഓടിയത് 1384 രൂപയാണ്. 8 ട്രിപ്പ് ഓടി. നമ്മൾ 11 മണിക്കൂറും 49 മിനിറ്റ് കൊടുത്തു. ഇന്നത്തെ ഓൺലൈൻ എത്ര എടുത്തു? 12 മണിക്കൂർ എടുത്തിട്ടോ. 1300 ആയിട്ടുള്ളൂ. നമ്മൾ കുറേ ഓഫ്ലൈനും കാര്യങ്ങളൊക്കെ ആക്കി. ഇപ്പോൾ റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിരുന്നു 270 രൂപ എത്ര അയ്യപ്പൻകാവിലേക്ക്. ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ ഇത്രേ ഉള്ളൂ. റാപ്പിഡോ ഓഫ് ചെയ്യട്ടെ. റാപ്പിഡോയിലൊന്നും ഓടിയില്ല കേട്ടോ. 0 ഏണിങ്സ് ആണ്. നമ്മൾ ഇന്ന് ഓടിയത് CNG അടിച്ചിട്ട് 97 കിലോമീറ്റർ ഓടി. ഇനി 4 വട്ടയും പാടുള്ളൂ. 5 വട്ടം തികച്ചില്ല. ഇന്നലത്തെയും ഇന്നത്തെയും പാടെ കിലോമീറ്റർ ഓടിയിട്ട് 315. ഇന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ 0 ആക്കാൻ മറന്നു. അപ്പോൾ 315. അപ്പോൾ ഇന്നലെ എത്ര ഓടിന് 200 സംതിങ് ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിച്ചു. ഇനി നാളെ രാവിലെ ഇറങ്ങാം. രാവിലെ അല്ല, ഒരു ഉച്ചൻ്റെ ഒക്കെ മുമ്പായിട്ട് ഏകദേശം ആയിട്ട് ഇറങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ കാണാം.